ഇന്ന് ഞങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്നറിയോ? ഇന്ന് ഞങ്ങൾക്കൊരു മൂഡ് എത്യോപ്യൻ ഫുഡ് കഴിക്കാമെന്ന്, ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ എത്യോപ്യൻ രുചികളുമായിട്ട് നമ്മുടെ ഈ എപ്പിസോഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വെൽക്കം ബാക്ക് ടു വൺ ലൈഫ് ലിവ് വിത്ത് 007. വാമിനും ബുക്ക് എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓഫായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും നേരെ ഇറങ്ങി കേപ്പ് ടൗണിലേക്ക്. ഇത് ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് കേപ്പ് ടൗൺ സിറ്റിയിൽ തന്നെയാണ്. അതായത് സിറ്റിയുടെ ഉള്ളിൽ എത്യോപ്യൻ റെസ്റ്റോറൻറ്റ് തേടി വന്നതാട്ടോ. എത്യോപ്യൻ ടേസ്റ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് എത്യോപ്യയിലേക്ക് പോകണമെന്നൊന്നുമില്ല. എത്യോപ്യ ഒത്തിരി ദൂരമായതുകൊണ്ടും നമുക്ക് കേപ്പ് ടൗണിൽ തന്നെ ഒത്തിരി റെസ്റ്റോറൻറ്റുകളുണ്ട് എത്യോപ്യയുടെ തനതായ ടേസ്റ്റ് അറിയാൻ വേണ്ടി. അപ്പോൾ അവിടെ അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഒത്തിരി റെസ്റ്റോറൻറ്റുകളുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുണ്ട്. പക്ഷേ ഞങ്ങൾ കേപ്പ് ടൗണിൽ വന്ന് ചുമ്മാ ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് വാമിനും പിടിച്ചെടുത്തുകൊണ്ട് വാമി കാണിക്കുന്നുണ്ടോ, വാമീനെ എടുത്തുകൊണ്ട് വന്ന് ഞങ്ങൾ എത്യോപ്യൻ റെസ്റ്റോറൻറ്റിൽ വന്നു. ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേരെന്താണെന്നറിയോ? ആദീസ് ഇൻ കേപ്പ് കേട്ടോ. ഇത് കാണിച്ചു തരാം. നമ്മളത് എത്തി അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് കയറാൻ പോകാം കേട്ടോ. വാമിയുണ്ട്, മീനും ഉണ്ട്. അപ്പോൾ ഇതാണ് കയറി വരുമ്പോൾ അവരുടെ ട്രഡീഷണൽ റെസ്റ്റോറൻറ്റ് കേട്ടോ. അപ്പോൾ ഇവർ നമ്മളിവിടെ ആദ്യം വന്ന് നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു സെറ്റപ്പ്. ഇത് കണ്ടോ, ഇത് ഓപ്പൺ കിച്ചണൊക്കെ ഉണ്ട്. അത് അവരുടെ ട്രഡീഷണൽ തിങ്സ് ആട്ടോ അവിടെയൊക്കെ വെച്ചേക്കുന്നത് കണ്ടോ. നല്ല അടിപൊളിയായിട്ടാണ് ഇവർ സെറ്റപ്പ് ചെയ്തേക്കുന്നത്. അവരുടെ ഒരു ട്രഡീഷണൽ ഇത് കീപ്പ് ചെയ്യാൻ വേണ്ടി. ഇവിടെ മൊത്തം ട്രഡീഷണൽ സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. എത്യോപ്യയുടെ ട്രഡീഷണൽ സാധനങ്ങളെ കണ്ടോ. ഇവിടെ വരുമ്പോൾ ഇങ്ങനെ കയറി വരുമ്പം ഈ ടേബിളൊക്കെ കണ്ടോ, സ്മോൾ ടേബിളെല്ലാം ഇങ്ങനത്തെ ഒരു സെറ്റപ്പിൽ ടേബിളെല്ലാം നമുക്ക് ആ ബാൽക്കണിയിൽ പോയിട്ടിരിക്കാവേ. ഞാൻ വിൽ സിറ്റ് ഔട്ട് സൈഡ്. Okay. Oh, that's nice, eh? Nice corner. Yeah, nice. Yeah, thanks. Okay, നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നല്ല സോഫയൊക്കെ ഉള്ള ഇവിടെ വാമീൻ്റെ എത്തിക്കും. അപ്പോൾ ഞങ്ങൾ വാമീനെ അവിടെ ഇരുത്താമെന്ന് വിചാരിച്ചു. വലിയ തിരക്കൊന്നുമില്ല ഇന്ന്, കാരണം മൺഡേ ആയതുകൊണ്ട് വലിയ തിരക്കില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ എത്യോപ്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എത്യോപ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഹിസ്റ്ററി ഒളിഞ്ഞ് കിടക്കുന്ന ഒരു രാജ്യം കൂടിയാട്ടോ. കാരണം പണ്ട് കാലത്തെ ക്രിസ്ത്യൻ ബൈബിളൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈബിളിലൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലമാണെന്ന് പറയുന്നത്. അതിലുള്ള പുരാതന പള്ളികളും അതും ഇതൊക്കെ അവർ ഈ ആർക്കിയോളജിസ്റ്റ് എല്ലാം കണ്ടൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഈ എത്യോപ്യയിൽ. അപ്പം അവരുടെ ഒരു ട്രഡീഷണൽ ഡിഷാണ് നമ്മൾ കഴിക്കാൻ വന്നിരിക്കുന്നത്, ട്രഡീഷണൽ ഫുഡ്. ആ ഫുഡ് നല്ല ടേസ്റ്റാണ്. ഞാനൊരു 4-5 വർഷം മുമ്പ് ഞാൻ കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ്. അത് പറയുമ്പോൾ തന്നെ ഉണ്ടോ വായിൽ വെള്ളം വരുന്നത്. ഇഞ്ചിറാണ് അതിൻ്റെ പേര്. അപ്പം ആ ഫുഡ് വാമീനും ഇന്ന് കൊണ്ടുവന്നിട്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇന്ന് എത്യോപ്യൻ റെസ്റ്റോറൻറ്റ് ചൂസ് ചെയ്തത്. അപ്പം അത് നല്ലൊരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയത് കേട്ടോ. സാധാരണ ഞങ്ങളുടെ അവിടെ ഉണ്ട് കുറേ ലോക്കൽ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പക്ഷേ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ കേപ്പ് ടൗണിലാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, ഇവരുടെ ടേബിളൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചൊക്കെ നോക്കി. ഇത് കണ്ടോ, ഒരു കൊട്ട പോലെ, അതായത് ഈ കൊട്ട ഇങ്ങനെ വെച്ചിട്ട് ഇതാണ് ടേബിള്. എങ്ങനെയുണ്ട് അല്ലേ? നല്ല സെറ്റപ്പ് അല്ലേ? നല്ലോ ഹാൻഡിക്രാഫ്റ്റ് സാധനത്തേക്ക് വാമി എന്ത് കഴിക്കാനാണ് നിൽക്കുന്നത്? വാമി ഇങ്ങോട്ട് കയറി വന്നപ്പോൾ തന്നെ വിഷമം. അതുകൊണ്ട് വാമിക്ക് ഞങ്ങളൊരു യോഗട്ട് വേണമെന്നുണ്ടായിരുന്നു. യോഗട്ട് കൊടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ ഇരിക്കുന്ന നോക്കി ചെറിയ ടേബിള് 2 ചെയറും വെച്ചിട്ട് ആ ടേബിളെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് കിടക്കുമ്പം ഒത്തിരി ചെയറും ഒത്തിരി കസേരയും ടേബിളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു മിനിയും ബാറ് തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു ബാറുണ്ട്. അവിടെ ലിക്കറെല്ലാം കിട്ടും. ഇത് കണ്ടോ, നമ്മുടെ നാട്ടിലെ നമ്മുടെ ഉത്സവങ്ങൾക്കൊക്കെ മറ്റേ മുത്തുക്കുടകൾ വെക്കില്ലേ, ആ മുത്തുക്കുടകൾ ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത് ഇവരുടെ ട്രഡീഷൻ്റെ ഭാഗം കേട്ടോ. എത്യോപ്യയുടെ ട്രഡീഷൻ്റെ ഭാഗമാണ്. ഇത് നോക്കിയാൽ നല്ല രസമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഒരു സ്മെല്ലുണ്ട്. അതായത് എന്തോ ഒരു ചന്ദനത്തിരിയുടെ അല്ല, അങ്ങനത്തെ ഒരു സ്മെല്ലുണ്ട്. പിന്നെ ഇവിടെ നിറച്ച് പിക്ചറുകൾ കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ബൈബിളിലൊക്കെ ഒത്തിരി പ്രശസ്തി കേട്ട സ്ഥലമാണ് എത്യോപ്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ നമ്മുടെ ഏഷ്യൻ്റെ പടങ്ങൾ വെച്ചിട്ടുണ്ട്. ഇവിടെ പണ്ടത്തെ കുറേ ഫോട്ടോസും അങ്ങനെ കാര്യങ്ങളെല്ലാം അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു പഴയ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ചുമരിങ്ങനെ ആക്കിയിട്ടിട്ട് നോക്കി നല്ല അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ആ ഇഷ്ടിക അങ്ങനെ വെച്ചിട്ട് നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇവിടെ ഇത്ത കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂട്ടിലേക്കുള്ള കാഴ്ചകളാണ്. ഇത് കണ്ടോ, നമ്മുടെ വണ്ടി ഉണ്ടോ, നമ്മൾ റെൻറ്റിനെടുത്താക്കുന്ന വണ്ടിയാണ്, ഷെവർലെറ്റിൻ്റെ വണ്ടി കേട്ടോ. നമ്മുടെ വണ്ടി ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനിയും ഒരു 2 വീക്സ് പിടിക്കുന്ന പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ വണ്ടി കിട്ടിയിട്ടില്ല. ഇനി ഇതാണ് പുറത്തേക്കുള്ള കാഴ്ച കേട്ടോ. അതായത് ടൗൺ ശരിക്കും ലോങ് സ്ട്രീറ്റ്, ഇതിൻ്റെ അപ്പുറത്തെ സ്ട്രീറ്റ് ലോങ് സ്ട്രീറ്റാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് കിടന്ന് വരുന്നത് ഈ സ്ട്രീറ്റിൽ. ഇത് ലൂപ്പ് സ്ട്രീറ്റ് എന്നാണ് പറയുന്നത്. ഈ ലൂപ്പ് സ്ട്രീറ്റിലാണ് ഈ കടയിരിക്കുന്നത്. ഞാനും മീനും ഇവിടെ ഡയറ്റിംഗ് ആണ്. മീനാണെങ്കിൽ ഡയറ്റിങ് തുടങ്ങിയിട്ട് 2-3 ദിവസമായി. ഞങ്ങളൊരു 1-1.5 കിലോ കുറഞ്ഞു കേട്ടോ 2-3 ദിവസം കൊണ്ട്. അപ്പം ഇന്ന് ഡയറ്റ് ബ്രേക്ക് ചെയ്തു. ഇന്ന് ഓഫ് ഡേ ആയതുകൊണ്ട് ഇവിടെ മെനു വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ എന്താ ഓർഡർ ചെയ്തതെന്നറിയോ? ഞങ്ങൾ ഓർഡർ ചെയ്തത് മറ്റേ മെനു എടുത്തിട്ട് പോയി കേട്ടോ. പക്ഷേ അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. അത് എടുത്തിട്ട് പോയി. ഈ മെനു ഡെസേർട്ടിൻ്റെ ആണ്. മറ്റേ റിയൽ മെനു എടുത്തിട്ട് പോയി.
ഞങ്ങൾ എന്താ ഓർഡർ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ട്രഡീഷണൽ, അതായത് ഒരു ഇഞ്ചിറയുടെ പ്ലേറ്ററാണ് ഓർഡർ ചെയ്തത്. അത് ഇഞ്ചിറ പലതരത്തിലുണ്ട്, ബ്രൗണ്, വൈറ്റ്, അങ്ങനെ പലതരത്തിലുണ്ട്. അപ്പം അതും കുറേ ഡിഷസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അത് വരുമ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്, അത് വരുമ്പോൾ അത് കാണാം. അതായിരിക്കും അതിൻ്റെ ഒരു ഇത്. ഇവർക്ക് ഡെസേർട്ട് ഇല്ല കേട്ടോ. ഡെസേർട്ട് ഇത്യോപ്യൻ കൾച്ചറിൽ അല്ലെങ്കിൽ ട്രഡീഷണൽ ഡെസേർട്ട് ഒന്നും ഇല്ല ഇവർക്ക്. ഇവർക്ക് ട്രഡീഷണൽ കോഫിയാണുള്ളത്. എത്യോപ്യയുടെ മെയിൻ പ്രത്യേകത പിന്നെ ഈ കോഫി ബീൻ ശരിക്കും പറഞ്ഞ ഒറിജിനേറ്റഡ് ഫ്രം എത്യോപ്യ ആണ്. ശരി, അതായത് കോഫി ബീനില്ലേ, നല്ല റിയൽ കോഫി ബീൻ കിട്ടും. നല്ല റിയൽ ഒറിജിനൽ കോഫി നമുക്ക് ടേസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത്യോപ്യയിൽ വരണം. അപ്പൊ ഇത്യോപ്യയുടെ ഈ കടയിൽ വന്നാലും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും റിയൽ കോഫി. അതുകൊണ്ട് ഞങ്ങൾ ട്രഡീഷണൽ കോഫിയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ട്രഡീഷണൽ കോഫി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കിടുക്കാച്ചി കോഫി ആയിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും അതും പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ നിങ്ങൾ താഴെ എഴുതിയേക്കുന്നത് വായിച്ചു നോക്കി. ഇത്യോപ്യൻ കോഫി, ഡിഡ് യു നോ ദാറ്റ് ദ കോഫി പ്ലാന്റ് വാസ് ആക്ച്വലി ഡിസ്കവേർഡ് ഇൻ ഇത്യോപ്യ. കണ്ടോ, we serve our coffee in a traditional coffee pot called a chabena for the complete experience. So ആ കോഫിയാണ് നമ്മൾ ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. വെരി എക്സൈറ്റഡ് അല്ലേ, ആ കോഫി അടിക്കാൻ വേണ്ടി നല്ല എക്സൈറ്റഡ് ആണ്. വാമിക്ക് എന്ത് എക്സൈറ്റ്മെന്റ്, വാമി ദേ ഇവിടെ തെറിച്ചടക്കുന്നുണ്ട്. ഇടി കുറുമ്പി പെണ്ണ നീ തെറിച്ചടക്കുന്നുണ്ട്. വാമിയുടെ പുതിയ ഉടുപ്പാട്ടോ, ബാർബിയുടെ ഉടുപ്പാണ് വാമിയുടെ. ഇതിന്റെ താഴെ നോക്കിയേ, റോഡാണോ ഇതിന്റെ താഴെ? ഇതിന്റെ താഴെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡാണോ, ചുമ്മാ ഒരു മരത്തിന്റെ ഒരു സെറ്റപ്പിൽ വെച്ചാക്കും കേട്ടോ. അപ്പൊ അങ്ങനെ മാമിയുടെ ഐസ്ക്രീം എത്തി. മാമിക്ക് ഞങ്ങളിത് ചുമ്മാ, ഇവർക്ക് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ട്രഡീഷണൽ ഡെസേർട്ട് ഒന്നുമില്ല, അതുകൊണ്ട് നമ്മുടെ സാധാരണ ഐസ്ക്രീമാണ് ഞങ്ങൾ പറഞ്ഞത്. വേറെ ഡെസേർട്ടുകളെല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ അതിലപ്പോൾ സോസ് ഒഴിക്കും, പിന്നെ നട്ട്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് സോഫ്റ്റ് ഐസ്ക്രീം തന്നെയാട്ടോ പറഞ്ഞത് വാമിക്ക്. വാനിലയുടെ ഐസ്ക്രീം പറഞ്ഞിട്ട് വാമി ഇത് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഐസ്ക്രീം. അല്ലേ മാമി? മാമിക്ക് ഇഷ്ടപ്പെട്ട ഐസ്ക്രീം മാമി തന്നെ, നമ്മൾ ഫീഡ് ചെയ്യാനൊന്നും മാമി സമ്മതിക്കാറില്ല, അതുകൊണ്ട് സ്പൂണിൽ വെച്ചിട്ട് തന്നെ കഴിക്കുന്നുണ്ടോ. മാമി ഒന്നും ഇരുന്ന് കഴിക്കായിരുന്നില്ല മാമി? കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് കഴിച്ചാലോ. മാമീനെ ഞങ്ങൾ ഇതും ഇരുത്തിട്ടോ. മാമിക്ക് ഈ ടേബിളിലേക്ക് കയ്യെത്തത്തില്ല, അതുകൊണ്ട് ഇവിടെ ഇരുത്തി മാമി ഇരുന്ന് കഴിക്കുകയാണ് ഐസ്ക്രീം. മാമിക്ക് ഇഷ്ടപ്പെട്ടു ഐസ്ക്രീം. ഗായ്സ്, അപ്പം ഞാൻ ഒന്ന് മൂത്രമൊഴിച്ച് വന്നപ്പോഴേക്കും ഇങ്ങനെ ഒരു സാധനം വന്നിരുന്നേ. ഇത് കണ്ടോ, ഇതവരുടെ അതായത് കോഫി ഒന്നും ഇതാണ്. This one is the coffee, eh? Yeah, this okay. is the coffee. Yeah. So normally Tibet coffee, just drink it black, no sugar, no milk. Okay, no sugar, no milk, nothing. No milk, just black coffee. But if you want the sugar, there's sugar here. Oh yeah. Yeah, sure. this spoon is to mix it. Yeah. So what you prefer normally? You I mean the Tibetan traditional, the people put the sugar. No, normally they don't do with sugar. Oh, they don't yeah, sugar. but Okay. if you want some sugar, like me, I drink it with sugar. Yeah. So normally I put the sugar. Okay. Yeah, but so it depends on how you want it. But Okay. in tradition in Ethiopia, just black. Okay, we will try without And sugar then. then. You sip your popcorn. And just, popcorn. Yeah, just a snack. Yeah. Okay. Right. Yes. Okay, thank you very much. Okay. അപ്പോൾ ഇതാണ് അവരുടെ എത്യോപ്യയുടെ തനതായ ട്രഡീഷണൽ കോഫി. ഇതിനെയാണ് അവർ ആ പറഞ്ഞ ഒരു പേര് പറഞ്ഞിരുന്നല്ലോ, ഏടി എന്താടി അത് മെനു എന്താ എടുത്തിട്ട് പോയല്ലേ. ഇതിനെന്തോ ഒരു പേര് പറഞ്ഞിരുന്നു ഈ ഒരു പോട്ടിനെ, അവരുടെ ട്രഡീഷണൽ ഇത്. പിന്നെ അത് ഇത്തിരി പോപ്കോൺ കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ ഷുഗർ വെച്ചിട്ടുണ്ട്. പക്ഷേ തനതായ എത്യോപ്യൻ ട്രഡീഷണലിൽ അവർ ഷുഗർ യൂസ് ചെയ്യില്ല, അവർ അധികം മധുരത്തിൻ്റെ ആളല്ല എന്നാണ് പറഞ്ഞത്. ഈ സാധനത്തിൻ്റെയാണ് മണം ഞങ്ങൾക്ക് വന്നുകൊണ്ടിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഒരു മണം. പിന്നെ അത് പ്യുവർ കോഫി. ഇവിടുത്തെ കുന്തിരിക്കുവാണോ? ഓക്കെ, കുന്തിരിക്കും വന്നാട്ടോ മീൻ പറഞ്ഞാൽ. ശരിയാ, കുന്തിരിക്കത്തിൻ്റെ മണം, എന്തോ ഒരു മണമുണ്ട്. അപ്പം എന്താ കോഫി ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കോഫി ടേസ്റ്റ് ചെയ്യാം. ഞാൻ വന്നു കഴിഞ്ഞപ്പോഴേ മീനു പറയാണ് ഇവിടെ ഒരു സാധനം വന്നിട്ടുണ്ട്, പക്ഷെ കോഫി ഒന്നും വന്നിട്ടില്ല. മീനുവിന് മനസ്സിലായില്ല ഇതിൽ കോഫിയാണെന്നുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ കോഫി ആയിരുന്നു. പിന്നെ ഗ്ലാസ് ആണെങ്കിൽ ഈ ഒരു ചെറിയൊരു ഗ്ലാസ് വെച്ചിരുന്നു. മീനു വിചാരിച്ച് ശരിക്കും നമ്മുടെ രീതിയിലുള്ള വലിയ കപ്പും വരുന്നുണ്ട്, അതിൽ കോഫിയും വരുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു കേട്ടോ, പാവം. ശരിക്കും അപ്പോൾ ഇതാണ് കോഫി. അപ്പോൾ ഞാൻ കോഫി എടുത്തു കേട്ടോ. കോഫി എടുത്തു. ഞാൻ മധുരം ഇടാതെ തന്നെ അവരുടെ ട്രഡീഷണൽ ടേസ്റ്റിൽ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ അമ്മു ഭയങ്കര സ്ട്രോങ് കേട്ടോ, ഭയങ്കര സ്ട്രോങ് ആണ്. നല്ല കയ്പുണ്ട്, പക്ഷേ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്, ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പം നമ്മുടെ സെർവ് ചെയ്യുന്ന പയ്യൻ പറഞ്ഞതില്ലേ, നമ്മൾ കോഫി എടുത്ത് കഴിഞ്ഞിട്ട് ഒരു സിപ്പ് എടുത്തതിന് ശേഷം നമ്മൾ ഈ പോപ്കോണും എടുത്തിട്ട് ഞാൻ കഴിക്കണം എന്നാണ് കേട്ടോ. അതാണ് അവരുടെ ട്രഡീഷൻ സെറ്റപ്പ് എന്ന് പറഞ്ഞത്. അത് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുണ്ടോ, ചുമ്മാ ഒരു ടവൽ കൊണ്ടുവന്നിട്ട് ഇരിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. താങ്ക് യു. താങ്ക്സ്. ഓക്കെ,
ഇതേപോലെ ഒരു റെഡ് ടവൽ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും തേക്കണ്ടോ, എല്ലാവർക്കും വിരിച്ചു കൊടുത്തിട്ടുണ്ട്, വാമിക്ക് വരെ വിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഇവർ വന്ന് കയറിയപ്പോൾ തന്നെ ഞങ്ങൾ വീഡിയോ എടുത്തിട്ടല്ല കേട്ടോ വന്ന് കയറിയത്. പക്ഷെ അവരുടെ വെൽക്കമിങ് നല്ല അടിപൊളി വെൽക്കമിങ് ആയിരുന്നു. പിന്നെ വീഡിയോ എടുത്തോട്ടെ എന്ന് ഞങ്ങൾ ചോദിച്ചിട്ട് ഞാനും മീനും കൂടി പിന്നെയും ഇറങ്ങിയിട്ട് കയറി വന്നു. അതുകൊണ്ടാണ് പിന്നെ അവർ രണ്ടാമത് വെൽക്കം ചെയ്യാതിരുന്നത്. ശരിക്കും നല്ല വെൽക്കമിങ് ആയിരുന്നു. പിന്നെ അവൻ നല്ല അടിപൊളിയായിട്ട് നല്ല എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അവരുടെ ട്രഡീഷൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതെന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു കപ്പുള്ളൂ. ചെറിയൊരു കപ്പിൽ കോഫി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല അതായത് ഈ കാപ്പിക്കുരു പൊടിച്ചെടുത്തിട്ട് ഉണ്ടാക്കണം. അതൊരു സിപ്പ്, ഒരു പോപ്കോൺ. നല്ല കോമ്പിനേഷനാണ്, അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. ഓക്കെ, അവൻ്റെ എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഇവൻ്റെ അതായത് ഇത് ഓക്കെ ഹാൻഡ് വാഷിങ്ങിനായിട്ടുള്ള സാധനം കേട്ടോ കൊണ്ടുവന്നത്. അടിപൊളിയല്ലേ? സോ ഓക്കെ, താങ്ക് യു. അപ്പോൾ അത് അവരുടെ അടിപൊളിയല്ലേടി, നല്ല രസമുണ്ട് കേട്ടോ. ട്രഡീഷൻ കീപ്പ് ചെയ്യുന്ന ഓരോ ഇത് കണ്ടോ, അവരുടെ ട്രഡീഷൻ കീപ്പ് ചെയ്യുന്ന ഓരോ റെസ്റ്റോറൻറ്റിൽ വരുമ്പം ഓരോ ഇത് കാണുമ്പോൾ നമുക്ക് നമ്മുടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ കൾച്ചർ വരുന്ന റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ടാകും. പക്ഷേ മോസ്റ്റ്ലി അങ്ങനെ കാണാറില്ല, ഫുഡ് കിട്ടാറ് മാത്രമേ ഉള്ളൂ. ചേസ് 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 ചേസ്. ഇത് മാമി ചേസ് പറയണോ കേട്ടോ. മാമി ചേസ് പറഞ്ഞേ. ചേസ് 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 ചേസ്. അപ്പോൾ അതേ മീനു ടേസ്റ്റ് ചെയ്യാൻ പോട്ടോ. മീനൊരു സിപ്പ് എടുത്തു കഴിഞ്ഞിട്ട് മീൻ പഞ്ചസാര ഇട്ടു കേട്ടോ. മീന് പഞ്ചസാര ഇടാതെ പറ്റില്ല എന്ന് പറഞ്ഞു. മീനു ടേസ്റ്റ് ചെയ്യടി. അപ്പോൾ അതേ മീനു ടേസ്റ്റ് ചെയ്യുന്നുട്ടോ. എങ്ങനെയുണ്ട് മീനു? നല്ല കയ്പുണ്ടെന്ന്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. വാമി നോക്കിയിരിക്കെ, നല്ല സ്ട്രോങ് അല്ലേ? നല്ല സ്ട്രോങ് ആട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഫുഡ് ഇതേ അവൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കൊണ്ടുവരുന്ന ഇതൊക്കെ കണ്ടോ, കൊണ്ടുവരുന്ന രീതിയൊക്കെ നോക്കി അത് കണ്ടോ. ഒരു ഇത് വെച്ച് മറച്ച്, അതാണ് ഈ ടേബിളിൻ്റെ മുകളിൽ വരുന്ന സാധനമാണ് കണ്ടോ. ഇതാണ് നമ്മുടെ ഭക്ഷണം. ഇതാണ് ഈ പറഞ്ഞ ഇഞ്ചറ കേട്ടോ. യെസ്. Okay, all right. So this is the moment you've been waiting for, yeah? Yeah. Okay, this is it. Wow. I'm coming to explain, yeah? Yeah. Food is served on a pancake bread, the injera. This is the white one we make with the rice flour. This one is the same as this one. And this is the tef, the traditional bread. Yeah. So traditionally, I will keep every dish on the plate. This is chicken, doro alicha. This non-spicy chicanita. Yeah. Right. Yeah. This is the beef. Right. Kaiseka we call it kaiseka what? The beef stew. Okay. Vegetables. We have the lentils here. The red lentils. We have the pumpkin here. These are chickpeas. There's tomato salad here. And seasonal vegetables, cabbage, potato, and carrot. Wow. Right, yeah. So how to eat? You start with the brown bread. Yeah. You take a piece, cut it, and then you just scoop up any dish. Oh, okay. Right. Okay. Please enjoy, yeah? താങ്ക് യു. താങ്ക്സ്. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മുടെ ഫുഡ് വന്നതൊക്കെ കണ്ടില്ലേ, അവൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ഞാനൊന്നും പറയാതിരുന്നത്. അപ്പോൾ അതായത് നമ്മുടെ ഫുഡ് വന്നു. ഇതാണ് നമ്മുടെ തനതായ ട്രഡീഷണൽ എത്യോപ്യൻ ഫുഡ് കേട്ടോ. ഇതിൻ്റെ പേരാണ് ഇഞ്ചറ എന്നാണ് ഇതിൻ്റെ പേര്. നമ്മുടെ ഏകദേശം നമ്മുടെ സിമിലർ ടു നമ്മുടെ അപ്പം പോലെ ഇരിക്കും ടേസ്റ്റ് എല്ലാം. കണ്ടോ, ഇത് പല രീതിയിലുണ്ട്. ഇത് മടക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇത് ശരിക്കും ഇത് ബ്രൗൺ കളറിലുണ്ട്. ഇത് പിന്നെ വൈറ്റും ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അപ്പത്തിൻ്റെ ഒരു സിമിലർ ഒരു അപ്പത്തിൻ്റെ ടേസ്റ്റാണ് വരുന്നത്. പിന്നെ ഇത് പല രീതിയിൽ കിട്ടും. ഈ ഇഞ്ചറ പല രീതിയിൽ, അതായത് ചിക്കൻ്റെ മാത്രം വേണമെങ്കിൽ ചിക്കൻ്റെ കിട്ടും, ബീഫിൻ്റെ മാത്രമാണെങ്കിൽ ബീഫിൻ്റെ കിട്ടും, പിന്നെ മിക്സഡ് ആണെങ്കിൽ മിക്സഡ്. ഇത് ഞങ്ങൾ മിക്സഡാണ് പറഞ്ഞത്. മിക്സഡ് പറഞ്ഞതുകൊണ്ട് ഇതിൽ ബീഫുണ്ട്, ചിക്കൻ ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്. അതായത് ലെൻറ്റിൽസ് ഉണ്ട്, ചിക്ക് പീസ് ഉണ്ട്, സലാഡ് ഉണ്ട്, പിന്നെ അതേ കുറച്ച് പംകിനും സാധനങ്ങളും ഉണ്ട്. പിന്നെ അതേ ഇവിടെ കുറച്ച് ക്യാബേജും ക്യാരറ്റും ആയിട്ടുള്ള ഇതുണ്ട്.
പിന്നെ ഇത് ഈ ഇഞ്ചറില്ലേ, ഈ ഇഞ്ചറ എന്ന് പറയുന്ന സാധനം ഇതാണ്. ഈ ഇഞ്ചറ എന്ന് പറയുന്നത് ഇത് വൈറ്റ് ഇഞ്ചറ കേട്ടോ. ഈ വൈറ്റ് ഇഞ്ചറ ഉണ്ടാക്കുന്നത്, ഇഞ്ചർ പല രീതിയിൽ ഉണ്ടാക്കും. അതായത് ടെഫ് ഫ്ലവർ ആണ് മെയിൻലി ഇവർ ട്രഡീഷണൽ. ഇതാണ് ടെഫ് ഫ്ലവർ കേട്ടോ. ഈ ടെഫ് ഫ്ലവർ ആണ് ഇത് കൈകൊണ്ടാണ് കഴിക്കുന്നത്. ടെഫ് ഫ്ലവർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ടെഫ് ഫ്ലവറിലാണ് മെയിൻലി ഈ ഇഞ്ചറ ഇവർ ട്രഡീഷണൽ ഇഞ്ചറ ഉണ്ടാക്കുന്നത്. മാത്രമല്ല ടെഫ് ഫ്ലവർ മാത്രമല്ല കേട്ടോ, പല വെറൈറ്റി ഓഫ് ഗ്രെയിൻസ് ഇവർ യൂസ് ചെയ്യുന്നുണ്ട്, ഫ്ലവർ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് മൾട്ടിഗ്രെയിൻ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ മില്ലറ്റ്, റൈസ് ഫ്ലവർ എല്ലാം കൊണ്ടും ഉണ്ടാക്കാം. പക്ഷേ ട്രഡീഷണൽ ശരിക്കും ടെഫ് ഫ്ലവറാണ്. ടെഫ് ഫ്ലവർ ഏകദേശം നമ്മുടെ സിമിലർ ടു നമ്മുടെ റാഗി ഫ്ലവർ അല്ലേ, അതേപോലെ ഇരിക്കും. അതുകൊണ്ട് ആ കളർ കണ്ടില്ലേ നിങ്ങൾ, ആ ഒരു ബ്രൗൺ കളർ കണ്ടോ, അതുകൊണ്ടാണ് കേട്ടോ ആ ബ്രൗൺ കളർ ഉണ്ടാക്കുന്നത്. പിന്നെ അത് മിക്സ്ഡ് വരുന്നതാണ് ഈ വൈറ്റ് ഇരിക്കുന്നത്. അപ്പോൾ അതേ മീനും കേട്ടോ ആദ്യം ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇഞ്ചർ മീനും ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. എൻ്റെ വായിൽ ശരിക്കും നല്ല വെള്ളം വരുന്നുണ്ട്. ഞാനിത് കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നല്ല ടേസ്റ്റാണെന്ന് എനിക്കറിയാം. ദേ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് എങ്ങനെയുണ്ട്? ആണോ? അപ്പം പോലെ അല്ലേ? തന്നെ അപ്പം പോലെ അല്ലേ? ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ. അപ്പോൾ കഴിച്ച് ഞാനും ഇത് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. മീനെന്താ പുറത്തുനിന്ന് എടുത്തത്? ഇതിന് തന്നെ എടുക്കായിരുന്നു. ഓക്കെ, ഞാൻ അപ്പോൾ ദേ വൈറ്റ് ആട്ടോ എടുത്തത്. വൈറ്റ് എടുത്തിട്ട് ഞാനും ബീഫ് തന്നെ ടേസ്റ്റ് ചെയ്യാം. കാരണം മീൻ പറഞ്ഞു ബീഫ് നമ്മുടെ തനി നാടൻ ബീഫ് പോലെ ഉണ്ടെന്ന്. ബീഫ് എടുത്തു, എന്നിട്ട് നോട്ടെ. ഒരു പുളിയുണ്ട്, പുളി ഈ അപ്പത്തിൻ്റെ പുളിയാണ്. പിന്നെ ബീഫിന് നമ്മുടെ തനി നാടൻ ടേസ്റ്റൊന്നുമല്ല, സ്പൈസൊന്നുമല്ല, എരിവ് കുറവാണ്. എന്നാലും നല്ല നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അതേപോലെ തന്നെ ഇനിയിപ്പോൾ ചിക്കൻ, ചിക്കൻ ലെറ്റ്സ് ട്രൈ ചിക്കൻ. എനിക്ക് ലെൻറ്റിൽസ് ആട്ടോ ടേസ്റ്റ് ചെയ്യേണ്ടത്. എനിക്ക് അതിനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. പിന്നെ ഇത് ചിക്കനും ടേസ്റ്റ് ഇവിടെ. മാമി കഴിച്ചോ കൂടി ചിക്കൻ. മാമി ഐസ്ക്രീം കഴിച്ചോണ്ട് വയറാണ് കഴിക്കണേ. ചിക്കൻ നല്ല കേട്ടോ. എങ്ങനെയുണ്ട് മീനു ചിക്കൻ? മീൻ എങ്ങനെ ചിക്കൻ? ചിക്കനോട്ട് എരിവില്ല കേട്ടോ. അത് കൊച്ചിനും കൂടി കഴിക്കാന്ന് പറഞ്ഞിട്ടാണ് അവനത് നിന്ന്. എങ്ങനെയുണ്ട് ചിക്കൻ്റെ? ചിക്കനേക്കാളും അത് അപ്പത്തിൻ്റെ അടി ഇതിൻ്റെ അല്ല പുളി. ഇനി കഴിച്ച് ഇതിൻ്റെ കറിയുടെയാണ് പുളിയുന്നത്. കറിയുടെ അല്ല കേട്ടോ. ഇതേ വാമിയും എടുത്തു തുടങ്ങി കേട്ടോ. വാമി ഇതേ ഇവിടെ നിന്ന് എടുത്തു തുടങ്ങി. ഞാൻ ഇതിനാണ് വെയിറ്റിംഗ് ആയിരുന്നത്, ഈ ലെൻറ്റിൽസ് ട്രൈ ചെയ്യാൻ, പരിപ്പ് ട്രൈ ചെയ്യാനായിട്ടാണ്. പരിപ്പ് എൻ്റെ മീനും പരിപ്പ് അടിപൊളി. നമ്മുടെ പരിപ്പല്ല. അതേ വാമീൻ്റെ കഴിച്ചു തുടങ്ങി കേട്ടോ. അതേ വാമി കഴിക്കുന്ന നോക്കി, ഇഞ്ചിറ കഴിക്കുന്ന നോക്കി. വാമി ഇഞ്ചിറ കഴിക്കുന്നത് എങ്ങനെ? ചേസ് എങ്ങനെ പറയുന്നത്? ചേസ് നമുക്ക് കൈ കൊടുക്കുന്നൊന്നും എനിക്ക് താല്പര്യമില്ല കേട്ടോ. കണ്ടോ, ഒരു ഫുഡിൽ, അതായത് ഇത്രയും വലിയൊരു ഫുഡാണ്, ആ ഫുഡിൽ പല കറികളും ഉണ്ടാകും. നമ്മുടെ മറ്റേ ഇത് പറയുന്ന പോലെ എന്താടി താലിയൊക്കെ പറയത്തില്ലേ, താലിയൊക്കെ പറയുമ്പോൾ ഇഷ്ടംപോലെ സാധനങ്ങൾ കിട്ടില്ല. അതേപോലെ ഉണ്ട് ഇത് ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ. ഇത് നമുക്ക് കഴിച്ചു തരത്തില്ല. അപ്പോൾ അവൻ പറഞ്ഞത് ഞങ്ങൾക്ക് വേണമെങ്കിൽ ടേക്ക് അവേ ആയിട്ട് തരുമ്പോൾ കഴിച്ചിട്ടുണ്ട്. ഇത് ചിക്ക് പീസ് ദേ മാമീന്ന് മീൻ ദേ ട്രൈ ചെയ്തു. എങ്ങനെയുണ്ട്? ആണോ? അതെടുക്കടി. ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്തില്ലല്ലോ. നമ്മളിത് ബ്രൗൺ ആണ് ശരിക്കും ട്രഡീഷൻ. ബ്രൗൺ ടേസ്റ്റ് ചെയ്യട്ടെ. കുറച്ച് നമ്മുടെ ഈ പരിപ്പും വെച്ചിട്ടുള്ളത് കേട്ടോ. ഇതും പരിപ്പ് വെച്ചിട്ടുള്ളത് നല്ല കേട്ടോ. ഈ പരിപ്പിനേക്കാളും നല്ല. എനിക്കിതാ ഇഷ്ടപ്പെട്ടെ. വൈറ്റിനേക്കാളും ടേസ്റ്റ് ഇതാ കേട്ടോ. വൈറ്റിനേക്കാളും ടേസ്റ്റ് അതാണേ, ബ്രൗൺ ആണേ. ടേസ്റ്റ് ശരിക്കും ഇത് ബ്രൗൺ കളറിൽ എടുക്കാന്നാട്ടോ പറഞ്ഞത്. അപ്പം ഞാൻ ആദ്യം കഴിച്ചിട്ടുള്ള വൈറ്റാണ്. അപ്പം എനിക്ക് വൈറ്റാണ് ടേസ്റ്റ് ഉള്ളതെന്ന് വിചാരിച്ചിട്ട്, ഇതിനൊരു പുല്ലിൻ്റെ ടേസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വൈറ്റ് തന്നെ പറഞ്ഞത്. അപ്പം രണ്ട് മിക്സ് എന്തായാലും നന്നായി, നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. അതേ ഈ പംകിനും കൂടി ഒന്ന് നമുക്ക് ട്രൈ ചെയ്യാവേ. പംകിൻ ഇങ്ങനെ മുക്കിയിട്ട് പംകിനിൽ മസാല ഒന്നുമില്ല, ഒരു മസാലയും ഇല്ല പംകിനിൽ. ചുമ്മാ ഒരു സാധനം വെച്ചിട്ടുള്ളൂ. പക്ഷെ അത് നല്ല ടേസ്റ്റ് ഉണ്ട്, അതാണ് അതിൻ്റെ പ്രത്യേകത. ഇതിൽ കുറച്ച് ഉരുളക്കിഴങ്ങ് ഉണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാം നമുക്ക്. ഇത് നമുക്ക് ഒരു ബ്രൗൺ തന്നെ വെച്ചിട്ട്. ഈ ബ്രൗൺ ആണ് ഇഷ്ടപ്പെട്ടത്.
ബ്രൗണിന് ഈ ബ്രൗണിന് ഇതാണ് സ്റ്റെപ്പ് ഫ്ലവർ. ബ്രൗണിന് പുളിയില്ല. പുളി എന്ന് പറഞ്ഞ സാധനമില്ല, പക്ഷെ വൈറ്റിന് പുളിയുണ്ട്. അപ്പോൾ ഇനി നമുക്കത് ഈ വെജിറ്റബിൾ, അതായത് ഈ പൊട്ടാറ്റോയും കുറച്ച് ക്യാബേജും ക്യാരറ്റും ഉണ്ട്, അത് വെച്ചിട്ടുള്ളത് നമുക്ക് ട്രൈ ചെയ്യാവേ. വെജിറ്റബിൾ അല്ലേ? ശരിയാട്ടോ, എനിക്കും തോന്നി അങ്ങനെ. കാരണം ചിക്കനും ബീഫിനേക്കാളും ടേസ്റ്റ് വെജിറ്റബിളിന് നിൽക്കുന്നുണ്ട്. ഇവർക്ക് വെജിറ്റബിൾ പ്ലേറ്ററും ഉണ്ട്. അത് പ്ലേറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചറയുടെ കൂടെ വരുന്നത് വെജിറ്റബിൾസ് വെച്ചിട്ടുള്ളതും കിട്ടും, നോൺ വെജിറ്റേറിയനും കിട്ടും. ഞങ്ങൾ മിക്സ്ഡ് ആണ് പറഞ്ഞത്, അപ്പോൾ രണ്ടും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. വെജിറ്റബിൾ മാത്രം പറയുകയാണെങ്കിൽ ഇവർ ശരിക്കും ഈ ചിക്കനും ബീഫും മാറ്റിയിട്ട് ചിലപ്പോൾ സ്പിനാച്ചൊക്കെ ആഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. താങ്ക് യു. സ്പിനാച്ചൊക്കെ ആഡ് ചെയ്യും. ഇത് മിക്സഡ് പറഞ്ഞുകൊണ്ട് ചിക്കനും ബീഫും ഉണ്ട്. പിന്നെ ഇവർ ലാമ്പും കഴിക്കുന്നവരാട്ടോ. അടിപൊളി. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ളത് ഈ സലാഡ് കേട്ടോ. ടേസ്റ്റ് ചെയ്യാനുള്ളത് അച്ചക്ക് സലാഡ്, കുറച്ച് ടൊമാറ്റോയും ഒനിയൻസും പിന്നെ എന്തോ ഒരു അവരുടെ ഒരു സ്പൈസസും ഇട്ടിട്ടുണ്ട്. അത് വെച്ചിട്ടുള്ളത് നോക്കാം. സാധാരണ ഒരു സലാഡ് സാധാരണ ഒരു ഇതാട്ടോ അല്ലേ? അമ്മ ടിക്കാതിരിക്കാൻ വേണ്ടിയുള്ളതാണെന്ന് തോന്നുന്നു. സാധാരണ ഒരു ടേസ്റ്റ് മാത്രമേ ഉള്ളൂ. താങ്ക്സ്. ഓക്കെ. അപ്പോൾ ഇവർ ആൾക്കാരെ ഇടയ്ക്കിടയ്ക്കിട്ട് വന്നിട്ടേ എങ്ങനെയുണ്ട്, എല്ലാം ഇഷ്ടപ്പെട്ടുന്നുണ്ടോ, എല്ലാം ഇടയ്ക്കിടയ്ക്കിട്ട് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ മൂന്നാമത്തെ ആളാണ് വരുന്നത്. മാമിക്ക് കുറേ നേരം കേട്ടോ അച്ചയ്ക്ക് തരുന്ന. താങ്ക് യു. ഇനി മാമിക്കോ? അത് വേണ്ട, അത് വേണ്ട, അത് ഞാൻ സ്വന്തമായിട്ട് കഴിച്ചോളാം കേട്ടോ പറയുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ശരിക്കും. വീണ്ടും നിൻ്റെ അഭിപ്രായം ടേസ്റ്റില്ലേ? വീണ്ടും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതേ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പാട്ടിട്ടിട്ടുള്ളതുകൊണ്ടേ ചിലപ്പം നമ്മുടെ വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഇന്നാൾ ഞാൻ ആ ക്രൊക്കഡൈൽ ഫാമിൽ പോയിട്ട് എടുത്ത വീഡിയോയ്ക്കും ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടുണ്ടായിട്ട് കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഗൈസ് ഇതേ ഞങ്ങൾ ഇത് ശരിക്കും വലിയ ഹെവി അല്ല കേട്ടോ. ഇത്രയും ഞങ്ങൾ നിന്ന് തന്നെ ഞങ്ങൾക്ക് വയറൊന്നും ഒന്നായിട്ടില്ല. കറികളാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഈ കറികളെല്ലാം രണ്ടാമത് ചോദിച്ചാൽ കിട്ടുമോടി? മീനും കറികളെല്ലാം രണ്ടാമത് ചോദിച്ചാൽ കിട്ടുമോ? രണ്ടാമത് ചോദിച്ചാൽ കിട്ടുമോ? കണ്ടോ ഞാൻ ബീഫ്. അപ്പം ഗൈസ് ഞങ്ങൾ ഇതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ. ഇത് വാമി കണ്ടോ ഇങ്ങനെ അലമ്പായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ ഫിനിഷ് ചെയ്യട്ടെ കേട്ടോ. ഞാനേ ഭയങ്കര സ്പീഡിലാണോ പറഞ്ഞു പോയേ എങ്കിൽ സോറി കേട്ടോ. കാരണം നമ്മുടെ വീഡിയോ അധികം ലാഗ് ചെയ്യേണ്ടെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ചാനൽ കണ്ടിട്ട് ചാനലിൽ വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി ഗ്രൂപ്പിലും എല്ലായിടത്തും ഷെയർ ചെയ്ത് ഞങ്ങളുടെ ചാനലൊന്ന് റീച്ചിലെത്തിക്കാനായിട്ട് നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം, കമൻറ്റും ചെയ്യണം. കമൻറ്റ് എന്തായാലും നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയാനായിട്ടൊരു ആകാംക്ഷ ഉണ്ടാകും. അതുകൊണ്ട് കമൻറ്റും ചെയ്യണേ നിങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഈ ഫുഡ് ഫിനിഷ് ചെയ്തിട്ട് കേട്ടോ ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഫുഡിനെ കുറിച്ച് പറഞ്ഞില്ലേ, നല്ല ടേസ്റ്റാണ് ഫുഡ്. അപ്പം ഇത് ഇത്രയും കഴിച്ച് തീർക്കാനുണ്ട്. പിന്നെ അത് വാമി ഇവിടെ കിടന്നിട്ട് എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് വീഡിയോ എടുത്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ വാമീനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഫുഡ് ഫിനിഷ് ചെയ്യട്ടെ. നമ്മുടെ ഫുഡ് കാര്യമായിട്ടോ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കൈ കഴുകാനായിട്ട് ആദ്യം കഴിക്കുന്നതിന് മുമ്പ് മാത്രം അവർ കൈ കഴുകാനായിട്ട് വരുള്ളൂ എന്ന് വിചാരിച്ചത്. പക്ഷേ ബാബു പറഞ്ഞു ഞാനപ്പോൾ എവിടെ സിങ്ക് എവിടെയാണെന്ന് ചോദിച്ചു. വാഷിംഗ് മെഷീൻ എന്തെങ്കിലും പോകുമ്പോൾ അല്ല ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഫിനിഷ് ചെയ്തില്ല കേട്ടോ. അതാണ് വേറെ രസം. കുറേ അപ്പം ബാക്കിയിരിപ്പുണ്ട്. എന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ടേക്ക് അവേ എടുക്കാൻ വേണ്ടി ആ സാധനം എടുത്തോണ്ട് പോയി. ഞാൻ ആദ്യം വിചാരിച്ചത് അവൻ ടേക്ക് അവേ പ്ലേറ്റ് ഇവിടെ വന്നിട്ട് ഇവിടെ വെച്ച് പാക്ക് ചെയ്യുമെന്ന് വിചാരിച്ചു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അവൻ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് പോയി. അതുകൊണ്ട് എനിക്ക് വീഡിയോ കാണിക്കാൻ പറ്റിയില്ല. പക്ഷേ ഞങ്ങൾ ഏകദേശം കഴിച്ചു തീർന്നു. ആ പ്ലേറ്റിലുണ്ടായിരുന്നെല്ലാം കഴിച്ചു തീർന്നു. പക്ഷേ കറി മാത്രം കഴിച്ചു തീർന്നില്ല. പിന്നെ അപ്പം കുറച്ച് അപ്പം എന്ന് വെച്ചാൽ ഇഞ്ചറ കുറച്ച് മറ്റേ സെപ്പറേറ്റ് കൊണ്ടുവന്നിട്ടില്ലേ, ആ ഇഞ്ചറയാണ്
ബാലൻസ് വന്നുള്ളൂ. അപ്പോൾ ഇത് ഞാൻ കൈ കഴുകാൻ നോക്കിക്കോട്ടോ. ഇത് കൈ കഴുകാൻ നമ്മൾ കൊണ്ടുവന്നു. കൈ കഴുകിയതിന് ശേഷം നമുക്ക് ഈ റെഡ് ടവൽ ഉപയോഗിച്ചിട്ട് നമുക്ക് കൈ തുടയ്ക്കാൻ കേട്ടോ. വാമി കഴുകണോടി. Thank you. She's okay. Yeah. No, she's quiet. She said she's nice. She was quiet. അപ്പോൾ വാമി കൈ കഴുകി കേട്ടോ. വാമി കൈ കഴുകി കഴിഞ്ഞു. മാമീന്റെ കൈ മമ്മിയുടെ വലിയ നോക്കിക്കേ. മാമി ഈ ട്രഡീഷൻ പുതിയ ട്രഡീഷൻ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ മാമിക്ക് നല്ല സന്തോഷമായിട്ടുണ്ട്. ഇത് എന്താണ് സംഭവം എന്ന് വിചാരിച്ചിരിക്കുന്നത്. കൈയൊന്ന് പോകി. കോഫി ഫിനിഷ് ചെയ്തിട്ടില്ല. കോഫി ഫിനിഷ് ചെയ്തിട്ടില്ല കേട്ടോ. അതേ മാമീനെ ഞങ്ങൾ മാമി ഇതിൻ്റെ ഉള്ളിൽ തൊടുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ കോഫി ഫിനിഷ് ചെയ്യാതിരുന്നത്. അതേ ഞാൻ കോഫി ഇതിന് കുറച്ചും കൂടി കോഫി കുടിച്ചു. എനിക്ക് ഒഴിച്ചേരെ. ഇതിലെന്നെ ഒഴിച്ചോ? ആ മതി. ഇവിടെ എനിക്കറിയത്തില്ല കേട്ടോ. എന്നാലും ട്രഡീഷണൽ കോഫി. ശരിക്കും ഇത് കയ്പാന്നറിയോ? നല്ല കയ്പുണ്ട് കേട്ടോ. പക്ഷേ ആ ട്രഡീഷൻ കോഫി എന്നൊക്കെ പറയുമ്പോൾ നല്ല ടേസ്റ്റ്. ശരിക്കും ഒറ്റ വലിക്ക് കഴിക്കാമെന്നുള്ളൂ കേട്ടോ. ഒറ്റ ഷോട്ടാണത്. കണ്ടോ? ഒരു 90 ml അല്ലേ ഉണ്ടാവുള്ളൂ. 90 ml ഏത് മറ്റേ 90 ml അല്ല കേട്ടോ. കണ്ടോ ഗൈസ്, ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു. ഞങ്ങൾ 3-4 ദിവസമായിട്ട് കനത്ത ഡയറ്റാട്ടോ. ഞാൻ 1.5 കിലോ കുറഞ്ഞെന്ന് പറയുന്നത് വെറുതെ അല്ല കേട്ടോ. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞത് 1.5 കിലോ ഞങ്ങൾ രണ്ടുപേരും കുറഞ്ഞു. അങ്ങനത്തെ ഒരു ഡയറ്റാണ് എടുക്കുന്നത്. ആ ഡയറ്റ് പ്ലാൻ ഞാൻ എന്താണെന്നുള്ളത് നമുക്ക് വഴിയേ പറഞ്ഞു തരാം. അത് ഞങ്ങൾ ആദ്യം സക്സസ് ആയിട്ട് കാണിക്കട്ടെ. ഞങ്ങളുടെ ടാർഗറ്റ് ഒരു 8 കിലോ കുറയ്ക്കാന്നുള്ളതാണ്. എൻ്റെ മീനിൻ്റെ ഒരു 5 കിലോ കുറയ്ക്കാന്നുള്ളതാണ്. അപ്പം മീന് പക്ഷേ അതിലേക്ക് എത്തുമെന്ന് എനിക്കറിയില്ല. കാരണം കംപ്ലീറ്റ്ലി ഷുഗർ ഒഴിവാക്കണം. മീന് പക്ഷേ വാമിക്ക് കിട്ടുന്ന ഐസ്ക്രീമും വാമിക്ക് കിട്ടുന്ന സാധനങ്ങളെല്ലാം മീനും ആദ്യം ടേസ്റ്റ് ചെയ്തിട്ടാണ് വാമിക്ക് എത്തത്തുള്ളൂ. അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് ഗൈസ് ഞങ്ങളുടെ വിശേഷങ്ങൾ. ഞങ്ങൾക്ക് ഇനി പ്ലാൻ എന്തായിരുന്നു വെച്ചാൽ ഇവിടെ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ടൗൺ ആ സീ പോയിന്റിലൊക്കെ ഒന്ന് പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ടൈം ഏകദേശം ലേറ്റായി പോയി. ശരിക്കും ഞങ്ങൾ ഇന്ന് വന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാമിക്ക് വിസ വന്നായിരുന്നു. ആ വിസ കളക്ട് ചെയ്യാൻ കൂടിയാണ് വന്നത്. അപ്പം വന്നു കഴിഞ്ഞപ്പോൾ എന്തായാലും ഈ തിരുവനന്തപുരത്ത് വരാമെന്നുള്ളത് ഞങ്ങളുടെ ഒരു വലിയൊരു പ്ലാൻ കഴിഞ്ഞ ആഴ്ചയിൽ നടന്നുകൊണ്ടിരുന്നു. അതിൻ്റെ അതായത് പിറ്റേ ദിവസം ഞങ്ങൾക്ക് വന്നിരുന്നത് തലേ ദിവസമാണ് നമ്മുടെ കാറായിട്ട് ആക്സിഡൻ്റ് ആയത്. അതുകൊണ്ട് ആ പ്ലാൻ മൊത്തത്തിൽ അങ്ങ് മാറ്റേണ്ടി വന്നു. പിന്നെ നമ്മുടെ കാറില്ലാത്തതുകൊണ്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കറങ്ങാനൊന്നും പോകാൻ. അതുകൊണ്ട് അടുത്താഴ്ച നമ്മുടെ കാറ് കിട്ടുവാണെങ്കിൽ നമ്മുടെ വീഡിയോസ് എല്ലാം വരുന്നുണ്ട്. കിട്ടില്ല വീഡിയോസ് കുറേ പ്ലാനുകളുണ്ട്. നമുക്ക് ആ പ്ലാനുകളെല്ലാം വെച്ച് എക്സ്പ്ലോർ ചെയ്ത് നല്ല കിട്ടില്ല വീഡിയോസ് നമ്മൾ എടുക്കുന്നതാണ്. ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ സീ പോയിന്റിൽ പോയി വാമിനെയൊക്കെ കൊണ്ടുപോയിട്ട് കുറച്ച് നേരം ഇറങ്ങി ഇരുന്ന് നമുക്ക് വരാനായിരുന്നു. പക്ഷേ ടൈം ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് ഇപ്പോൾ ഓഫീസ് ടൈം കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ വീട് കുറേ സമയം പിടിക്കും ബ്ലോക്കിൽ പെട്ടിട്ട്. അല്ലെങ്കിൽ പിന്നെ 6:30 കഴിഞ്ഞിട്ട് വേണം പോകാൻ, അല്ലെങ്കിൽ 6 മണി കഴിഞ്ഞിട്ട് വേണം പോകാനായിട്ട്. എന്തായാലും നോക്കട്ടെ ഗായ്സ്. ഇത് കണ്ടോ, മാമി ഒന്ന് ഫുഡ് കഴിച്ച തന്നെയാണ്. പുതിയ ഡ്രസ്സായിരുന്നു, ഇന്നാണ് ആദ്യമായിട്ട് ഇട്ടത്. ഇത് നോക്കി ഫുൾ കറി മാമിയുടെ ഓർമ്മയാണത്. അതായത് ഈ ടിഫിൻ റെസ്റ്റോറൻറ്റിൽ വന്നതിൻ്റെ ഉള്ള ഓർമ്മയാണ്. കണ്ടോ. അപ്പോൾ മീനു, നിനക്ക് എങ്ങനെയുണ്ട്? ഫുഡ് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട? സീരിയസ് ആയിട്ട് അഭിപ്രായം പറ. അതെ, ആ ഒരു ടേസ്റ്റ് തന്നെ കേട്ടോ ഞങ്ങൾക്കും ഫീൽ ചെയ്തത്. അപ്പോൾ നമ്മുടെ ടേക്ക് അവേ പ്ലേറ്റ് വന്നു. അപ്പോൾ നമ്മൾ ടേക്ക് അവേ ആയിട്ട് കൊണ്ടുവന്നാക്കി നോക്കി. നല്ല അടിപൊളിയായിട്ട് കൊണ്ടുവന്നിട്ടില്ല, ഒരു ചെറിയൊരു ബാഗ് പോലെ. അതെ, അങ്ങനെ പിടിച്ചോണ്ട് പോകും. അപ്പോൾ ഞങ്ങൾക്ക് മീനു, നിനക്ക് സീരിയസ് ആയിട്ട് ഫുഡ് ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ ഇനി നമ്മളെന്നാ എത്തിയപ്പോൾ ഫുഡ് ടേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഞങ്ങളുടെ എത്തിയപ്പം ഫുഡ് ടേസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇത്യോപ്യയിൽ പോയി ടേസ്റ്റ് ചെയ്യും. ഓൾറെഡി അതെങ്ങനെയുണ്ട്? ഇത്യോപ്യയിൽ പോയി ടേസ്റ്റ് ചെയ്യണം. ഇത്യോപ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗത്ത് ആഫ്രിക്കയായിട്ട് നല്ല ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. ഒരു 6-7 hours ഫ്ലൈറ്റ് ടൈം ഉണ്ട്. ഇത്യോപ്യ ശരിക്കും നോർത്ത് ഈസ്റ്റിലാണ്, ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിൻ്റെ നോർത്ത് ഈസ്റ്റിലാണ് കിടക്കുന്നത്.
ഇത്യോപ്യയുടെ അയൽ രാജ്യമാണ് എറിട്രിയ, ഉഗാണ്ട, കെനിയ. ഈ രാജ്യങ്ങളൊക്കെയാണ് എത്യോപ്യയുടെ അയൽ രാജ്യങ്ങൾ. നോർത്ത് ഈസ്റ്റിലാട്ടോ എത്യോപ്യ, അതായത് ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിൻ്റെ നോർത്ത് ഈസ്റ്റിലാണ് എത്യോപ്യ. എത്യോപ്യയിലെ ടൈമും എല്ലാം വ്യത്യാസമുണ്ട്. എത്യോപ്യക്കാർക്ക് എത്യോപ്യയുടേതായ ലാംഗ്വേജ് ഉണ്ട്, എത്യോപ്യയുടേതായ ലിപി, അതായത് എത്യോപ്യയുടെ ലിപി ഉണ്ട്. പിന്നെ എത്യോപ്യയുടെ തന്നെ കലണ്ടർ ഉണ്ട്, ചൈനീസ് കലണ്ടർ എന്നൊക്കെ പറയുന്ന പോലെ എത്യോപ്യയുടെ തന്നെ കലണ്ടർ ഉണ്ട്. അതിലാണ് അവർ ന്യൂ ഇയറൊക്കെ ആഘോഷിക്കുന്നത്. എത്യോപ്യയുടെ തന്നെ ഒരു തനതായ അവരുടെ സ്റ്റൈലിലുള്ള ട്രഡീഷണൽ സ്റ്റൈലിലുള്ള രീതിയിലാണ് അവർ ആഘോഷിക്കുന്നതൊക്കെ കേട്ടോ. മാമിയേ ഞങ്ങളിത് ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും മാമി ഇവിടെ നിന്നിട്ട് ഇവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. ഇവിടെ അതിൻ്റെ മുകളിൽ ആൾക്കാർ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നോക്കിയിട്ട് ദേ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ നോക്കിയപ്പോഴാണ് മാമി റൈറ്റ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് മനസ്സിലായത്. അല്ലേ മാമി? അല്ലേ? ആണോ മാമി? മാമി ഇങ്ങോട്ട് നോക്കിയേ. ഞങ്ങളുടെ മാമിയുടെ മുടിയൊക്കെ വളർന്നു കേട്ടോ. മുടി ഇന്ന് ചെമ്പിച്ചിരിക്കുന്നത്, ഇന്നലെ മുടി കുളിപ്പിച്ചില്ല കേട്ടോ. മുടിയല്ല, തല കുളിപ്പിച്ചില്ല. കാരണം ഭയങ്കര തണുപ്പായിരുന്നു, അതുകൊണ്ട് തല കുളിപ്പിക്കാതിരുന്നു. അതുകൊണ്ടാണ് ഇത്തിരി ചെമ്പിച്ച രീതിയിലിരിക്കുന്നത്. അല്ലെങ്കിൽ കറുത്ത മുടിയൊക്കെയാണ് മാമിയുടെ. ജാറ് നോക്കി, ഈ ജാറ് തുറക്കുമ്പോഴേക്ക് വരുന്നത് കണ്ടോ? അങ്ങനെയുണ്ട്, ഒരു പ്രത്യേക സ്റ്റൈലല്ലേ. എല്ലാം ഒരു ആ ട്രഡീഷണൽ നമുക്ക് ഒരു എത്യോപ്യയിൽ പോയൊരു അനുഭവം തന്നെയാണ് കേട്ടോ. നമുക്ക് ഒരു ഫീല് തന്നെയാണ് ഇവർ ഈ നമുക്ക് ശരിക്കും ഒരു രാജ്യത്ത് പോകണമെങ്കിൽ അല്ലെങ്കിൽ അവിടുത്തെ കൾച്ചർ അറിയണമെങ്കിൽ, പോയില്ലെങ്കിലും അറിയണമെങ്കിൽ അവരുടെ തനതായ റെസ്റ്റോറൻറ്റിലൊക്കെ വന്നു കഴിഞ്ഞ് അവരുടെ ഫുഡെല്ലാം ടേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം അവിടെ പോയൊരു ഫീൽ കിട്ടും. ഇവർ ഈ കോഫി കുടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി സമയം ഇരുന്ന് ഹുക്കൊക്കെ വലിച്ച് നടുക്ക് ഹുക്കൊക്കെ കൊണ്ടുവച്ച് വലിച്ച് പയ്യെ കുന്തിക്കൊക്കെ കത്തിച്ച് അങ്ങനെയൊക്കെ പയ്യെ സമയമൊക്കെ എടുത്തിട്ടാണ് ഇരുന്ന് കഴിക്കുന്നത് കേട്ടോ ഈ കോഫിയൊക്കെ. നമ്മൾ പെട്ടെന്ന് നമുക്ക് ട്രാഫിക്ക് നമുക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്നൊക്കെ കഴിച്ച് തീർക്കും. പക്ഷെ അങ്ങനെയൊന്നല്ല കേട്ടോ ഇവർ കഴിക്കുന്നത്. ഇന്ന് വീക്ക് ഡേ ആയതുകൊണ്ട്, ഇന്ന് മൺഡേ ആയതുകൊണ്ടാണ് ഇവിടെ ഒന്നും തിരക്കില്ലാത്തത്. സാധാരണ ഇതൊക്കെ ഹാപ്പനിങ് സ്ട്രീറ്റുകളാണ്, നൈറ്റാണ് ശരിക്കും മെയിൻലി. ഇത് എൻ്റെ ഇപ്പുറത്ത് കാണുന്ന ലോങ് സ്ട്രീറ്റ് വളരെ ഹാപ്പനിങ് സ്ട്രീറ്റാണ്. 24 hours അവിടെ ക്ലബിങ്ങും അതും പാർട്ടിയും അതും ഇതൊക്കെ നടക്കുന്ന ഒരു സ്ട്രീറ്റാണ്. അതിൻ്റെ തൊട്ടിപ്പുറയാണ് ഈ ലുക്ക് സ്ട്രീറ്റ് വരുന്നത്. ഈ ലുക്ക് സ്ട്രീറ്റിലും നല്ല തിരക്കൊക്കെ വരുന്നതാണ്. ഇന്ന് വീക്ക് ഡേ ആയതുകൊണ്ട് പ്രത്യേകിച്ച് തിരക്കില്ലാത്ത, ഇല്ലെങ്കിൽ ടൂറിസ്റ്റുകളും മൊത്തത്തിൽ ഫോറിനേഴ്സും അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ആൾക്കാരും മൊത്തത്തിലൊരു പാർട്ടി സ്ട്രീറ്റാണ് ഇത് കേപ്പ് ടൗണിൽ കേട്ടോ. വളരെ ഫേമസ് സ്ട്രീറ്റാണ്. അപ്പോൾ കഴിച്ച് നമ്മുടെ ബില്ല് വന്നു. ബില്ല് ഇതേ വന്നാക്കുന്ന സാധനമൊക്കെ കണ്ടു. ഇതിങ്ങനെ തുറക്കുമ്പം നമ്മുടെ ബില്ല് എത്തിയിരിക്കുന്നത്. ബില്ല് ഇതിൽ ഓക്കെ, ടോട്ടൽ പ്രൈസ് 535 റാൻഡ് ആട്ടോ ആയത്. ഞാൻ 50 രൂപ ടിപ്പ് ഞാനാണ് എഴുതിയത്, അവർ എഴുതിയില്ല. നമ്മൾ 10% ടിപ്പ് കൊടുക്കണം. അതുകൊണ്ട് 50 രൂപ ഞാനാണ് ടിപ്പ് എഴുതിയത്. എന്നിട്ട് ഇങ്ങനെ അടച്ചു വെച്ചു. അപ്പം അവൻ വന്ന് എടുത്തോളും. അപ്പോൾ നമ്മൾ കാർഡ് പേയ്മെൻ്റ് ആട്ടോ ചെയ്യുന്നത്. ഈ റെസ്റ്റോറൻറ്റ് ഇപ്പോൾ കേപ്പ് ടൗണിൽ, ഞാൻ പറഞ്ഞില്ല കേപ്പ് ടൗണിലായതുകൊണ്ടും പിന്നെ ഇത് ഇത്തിരി നല്ല സ്റ്റാൻഡേർഡ് ഹൈ ക്ലാസ് റെസ്റ്റോറൻ്റാണ്. അതുകൊണ്ട് ഇത്തിരി എക്സ്പെൻസാണ്. പക്ഷേ സാധാരണ ഇത് റെസ്റ്റോറൻറ്റ് ഇത്ര എക്സ്പെൻസ് ഒന്നുമില്ല കേട്ടോ. സാധാരണ ഒരു ഇഞ്ചിറക്കി, അതായത് നമ്മുടെ മിക്സ്ഡ് ഇഞ്ചിറക്കി സാധാരണ ഒരു 70 റാൻഡ് 80 റാൻഡിൻ്റെ ഉള്ളിൽ സാധാരണ കടയിൽ നിന്നൊക്കെ കിട്ടുന്നതാണ്. ഇവിടെ 130 160 റാൻഡായി കേട്ടോ ഒരെണ്ണത്തിന്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങും കേട്ടോ. അത് ഇവിടുത്തെ ചുമരൊക്കെ കണ്ടോ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. വാമിക്ക് തന്നെ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് വാമി തന്നെ ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ്. നോക്കിയേ കണ്ടോ, അവരുടെ ആ ഒരു ശരിക്കും തനതായ ട്രഡീഷൻ അവർ ശരിക്കും മാനേജ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഏതൊരു കോർണറിലും അത് ടച്ച് ചെയ്യാം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. ഇവിടെയാണ് ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഒരു ഫുഡൊക്കെ ഉണ്ടാക്കുന്ന റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കുന്ന കിച്ചൺ. ഇങ്ങനെ ഒരു ഓപ്പൺ കിച്ചണാട്ടോ. നല്ല തിരക്ക് വരുന്ന സമയത്ത് ഇവിടെയൊക്കെ ഇരിക്കുകയായിരിക്കും. കാരണം ഇവിടെയൊക്കെ ആ ചെറിയ ടേബിളുണ്ട്, അപ്പുറത്തുണ്ട്. അതിൻ്റെ സെറ്റപ്പ് അവിടെ ഉണ്ട് കേട്ടോ. ഇതവരുടെ ട്രഡീഷണൽ കോഫിയുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുറേ ആൾക്കാരായിട്ട് വരുവാണെങ്കിൽ ഇങ്ങനെയാണ് ഇത് കഴിക്കുന്നത്. ഇവിടെ കുറച്ച് ഇവരുടേതായ കോഫി, അതായത് കോഫി ബീൻസ് എല്ലാം വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, കോഫി ബീൻസ് എല്ലാം ഇരിക്കുന്നു നോക്കി. അപ്പോൾ ഇതാണ് ഈ റെസ്റ്റോറൻറ്റിലേക്ക് കയറുമ്പോൾ തന്നെ ഉണ്ടായിരുന്ന കാഴ്ച ഇതാട്ടോ. കണ്ടോ, നല്ല ഭംഗിയില്ലേ, നല്ല അടിപൊളിയല്ലേ. അപ്പം അങ്ങനെയൊക്കെയാണ് കേസ് വിശേഷങ്ങൾ. അപ്പം നമ്മുടെ ഇത്യോപ്യൻ ഫുഡ്, അതായത് ഫുഡ് വ്ളോഗായിരുന്നു.
ഇതേ ഫുഡ് ഞങ്ങൾ എടുത്തിട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറിയൊരു ഫുഡ് വ്ളോഗായിരുന്നു ഇന്നുണ്ടായിരുന്നത്, ഒരു വെറൈറ്റി ഫുഡ് വ്ളോഗ്. അപ്പോൾ അധികം ഫുഡ്, അതായത് അധികം ഇത്യോപ്യൻ ഫുഡ് നമ്മുടെ നാട്ടിൽ നിന്ന് ആരും ട്രൈ ചെയ്ത് കാണാൻ ചാൻസ് ഇല്ല. പുറത്ത് ആഫ്രിക്കൻ കോണ്ടിനെൻസിലുള്ളവരൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാകും, എന്നാലും മോസ്റ്റ്ലി കുറേ പേർക്കൊന്നും അറിയത്തില്ല. അപ്പം അങ്ങനെ ആയിട്ട് വന്നൊരു ചെറിയൊരു വ്ളോഗായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലും നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ്സിലും ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് ഞങ്ങളൊന്ന് പ്രൊമോട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടോ. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റ് വളരെ വിലപ്പെട്ടതാണ്. ഞങ്ങൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഞങ്ങൾക്ക് വരുത്താനും പറ്റും. ഞങ്ങൾക്ക് അതൊരു കോംപ്ലിമെൻ്ററിയും കൂടി ആയിരിക്കും. അപ്പം നിങ്ങൾ പരമാവധി ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇവിടെ വെച്ച് നിർത്തുവാണ്. വാമി അലമ്പായി. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും സലാം. 1 ലൈഫ് ലിവ് വിത്ത് 007 ലിവ് ഇൻ ദ മൊമെന്റ്. ചിയേഴ്സ്. അപ്പോൾ ഇതാട്ടോ ഈ കടയുടെ പേര്, ആദിസ് ഇൻ കേപ്പ് ടൗൺ. ആരെങ്കിലും വിസിറ്റ് ചെയ്യുന്നവർക്ക് ഇത്യോപ്യയിൽ പോകാതെ ഇത്യോപ്യൻ ടേസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വന്നാൽ ഇതാണ് കട. ഇവിടെ വന്ന് ടേസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ ഇപ്പുറം കാണുന്നത് ലോങ് സ്ട്രീറ്റ് എന്തായാലും കേപ്പ് ടൗൺ വിസിറ്റ് ചെയ്യാൻ വരുന്നവർ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ തൊട്ടിപ്പുറത്താണ് ഈ ലൂപ്പ് സ്ട്രീറ്റ്. ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഇവിടെ അല്ലെങ്കിൽ അവിടെയും പാർക്ക് ചെയ്യാം കേട്ടോ. നമ്മളിതേ ഇവിടെയാണ് ഇട്ടക്കുന്നത്. നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ റെൻ്റ് കാറിനകത്ത് കിടക്കുന്നത് കണ്ടാ. അപ്പോൾ അവിടെയൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കേട്ടോ.